ഹലോ എല്ലാവർക്കും നമസ്കാരം. നിമാസ് ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് മസാല പാസ്ത തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യില്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ഓയിൽ ഏതായാലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ തരത്തിലുള്ള വലിയ പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് 15 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ നെയ്യ് ചേർത്തത് കൊണ്ട് കട്ട പിടിക്കില്ല. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇത് നമുക്ക് 15 മിനിറ്റ് ആയപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് വെള്ളം തോർത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു വലിയ ക്യാരറ്റ് ചതുരത്തിൽ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില ചോപ്പ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊന്ന് ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ബീൻസ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂണൊക്കെ വെള്ളത്തിലിട്ട് അത് കുതിർത്തിട്ട് അത് വേണമെങ്കിൽ ഒന്ന് ഇതിനകത്തുനിന്ന് ഒരു ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ അതിനകത്ത് ആഡ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. അത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം കേട്ടോ. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3/4 ടീസ്പൂൺ എടുക്കാം. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എരിവ് അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചതനുസരിച്ച് കുറച്ചിട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ഞാനിതുപോലെ ചതുരത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യാപ്സിക്കം വീട്ടിലുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ചതുരത്തിൽ അരിഞ്ഞിങ്ങനെ നമുക്ക് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സാക്കാൻ പോണേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 3 തരം സോസുകളാണ് കേട്ടോ. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്. ഇത് 3 ഞാൻ ഓരോ ടീസ്പൂൺ, ചില്ലി സോസും ടൊമാറ്റോ സോസും ഓരോ സ്പൂണും, സോയ സോസ് 1/2 ടീസ്പൂൺ. ഇങ്ങനെയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പോരായ്ക വരും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. 1 ടീസ്പൂണ് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1-1.5 സ്പൂണായാലും കുഴപ്പമില്ല. ടൊമാറ്റോ സോസാണ് ഇട്ടത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണിനേലും മേലെയായിട്ട് സോയ സോസ്, ഇത് ഡാർക്ക് സോയ സോസാണ് കേട്ടോ, അതും ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഈ സോസൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം വാർത്തി വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ട പിടിച്ച പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇളക്കുമ്പോൾ ശരിയാവും. അത് കട്ട പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഈ മസാല എല്ലായിടത്തും ആകുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത് വേവിച്ചെടുത്ത കുറച്ച് വെള്ളം ഇരിക്കുന്നില്ലേ, ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഗ്ലാസ്സോ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ഈ മസാലയ്ക്ക് എല്ലാ വശത്തേക്ക് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഞാനൊരു തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് തൂവി കൊടുക്കാം. ഇതിന് പകരം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതിങ്ങനെ ചോപ്പ് ചെയ്തത് തൂവി കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും
ചെറുതാക്കി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഇപ്പം നമ്മുടെ മസാല പാസ്ത റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. കഴിച്ച് നോക്കി നിങ്ങളൊന്ന്, ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. 4 മണി പലഹാരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് എനിക്ക് സബ് തരാൻ മറക്കരുത്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ പാസ്ത. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നൂഡിൽസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പാസ്റ്റയൊക്കെ ഇഷ്ടവും. അപ്പോൾ വേറെ നമ്മൾ മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.